നമസ്കാരം. യാണോമെൻസിൻ്റെ വേറൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു വർക്കിംഗ് യാൺ വീവ് ഇൻ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സ്വാച്ച് ഉണ്ട്. പിന്നെ ഒരു ഹുക്ക്, ഞാനിതിൽ 5mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു യാൺ നീഡിൽ വേണം. പോണി ക്രാഫ്റ്റ്സിൻ്റെ ഒരു ബിഗ് ഗൈഡ് നീഡിലാണ്, യാൺ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പെയർ ഓഫ് സിസേഴ്സ്. സോ ഈ സ്വാച്ചിൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഫിനിഷ് ഓഫ് ചെയ്യാറായി. സോ ഒരു 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തിട്ട് ഞാൻ ഈ ടെയിൽ ഈ സ്വാച്ചിൽ എങ്ങനെ വീവിൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ എനിക്ക് ഈ സ്റ്റിച്ചിൽ ആണ് ഞാൻ എൻ്റെ ഈ വർക്ക് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ എൻഡാണ് എനിക്കിനി വീവിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ വർക്കിംഗ് യാണിനെ ഈ ലൂപ്പിലൂടെ ഇങ്ങനെ അകത്തോട്ട് കടത്തി വിടുക. ആൻഡ് ജസ്റ്റ് പുൾ ദി എൻഡ് ലൈക്ക് ദിസ്. പതുക്കെ ഇതിപ്പോൾ ഒരു നോട്ട് ആണ് ഫോം ചെയ്യുന്നത്, ചെറിയ ഒരു നോട്ട്. ഈ നോട്ട് നല്ല രീതിയിൽ ഒന്ന് അമർത്തി എടുക്കുക. സോ ദാറ്റ് നോട്ട് അത്ര വിസിബിൾ അല്ല എന്നുള്ളത്. only the stitch is much visible, not this knot. ഇനി ഈ നോട്ട് ചെയ്ത ശേഷം യാൺ നീഡിലിന് ഈ യാൺ കടത്തി വിടണം. കടത്തി വിട്ട ശേഷം സ്റ്റിച്ചസിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ യാൺ കടത്തി വിട്ടാൽ മതിയാകും. കണ്ടോ, ഇത് അത്ര വിസിബിൾ ആവത്തില്ല. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ സ്റ്റിച്ചസ് യാൺ ഇങ്ങനെ കടത്തി വിട്ടതായിട്ട് അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു ഡയറക്ഷനിലോട്ട് ചെയ്തു, അതുപോലെ വീണ്ടും റിവേഴ്സിൽ കൂടെ ഞാൻ ചെയ്യാറുണ്ട്. ഒരു സിഗ്സാഗ് പൊസിഷനിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന വരെ നിങ്ങൾ ആ ഒരു സിഗ്സാഗ് പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാം. സോ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ചെയ്യാം. ബിറ്റ്വീൻ ദ സ്റ്റിച്ചസ് ആകുമ്പോൾ അത്രയും നല്ലതാണ്. ബിക്കോസ് ഇത് റോങ് സൈഡിൽ വരുന്ന കാരണം ഇത് അധികം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല നമുക്ക്. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവരിക ചെയ്തത്. കുറച്ച് ലോങ് ടെയിൽ തന്നെ എടുക്കുക ഇത് സ്റ്റിച്ച് വീവിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് അതൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇത്രയും ഒരു വലിയ ലെങ്ത്താണ് ഞാൻ എടുത്തത്, അത് അകത്തോടെ കടത്തി വിടുന്നതും. സോ ദാറ്റ് ദ സ്റ്റിച്ച് ഇസ് perfectly secured inside the weaving is perfectly secured inside the stitches. ഇനി ഈ എക്സ്ട്രാ ടെയിൽ നമുക്ക് ട്രിം ചെയ്താൽ മതിയാകും. So this is how the weaved in will be. ഇത് നിങ്ങളുടെ ആദ്യം ഇട്ട ഒരു നോട്ടാണ്. And you have weaved in the ends inside in a zigzag position. So the end is properly secured. So this is how you are going to weave in the working yarn end into the stitches. I hope you like this, and we will meet soon in another tutorial. Until then, it is bye from Kala and happy crocheting.